കോൺഗ്രസ് റിബലായി മത്സരിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് ഈ ഔസേപ്പ്. ഈ ഔസേപ്പിനെ സമീപിച്ചു, അതായത് ഒന്നിച്ചു നിൽക്കണം, നമുക്ക് ഭരിക്കാം, അപ്പോൾ അതെങ്ങനെ ആ കണക്കെങ്ങനെ ഒക്കും എന്ന് ഔസേപ്പ് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാകും എന്ന് പറയുമ്പോൾ ഒടുവിൽ ഔസേപ്പിനോട് പറയേണ്ടി വരുന്നു BJP സപ്പോർട്ട്. അപ്പോൾ ആ പരിപാടിക്കും ആ കളിക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഔസേപ്പിൻ്റെ പല വെളിപ്പെടുത്തലും ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. DCC നേതൃത്വത്തിലെ പല ആളുകളുടെയും ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ ഔസേപ്പിൻ്റെ ചുരുക്കം വാക്കുകൾ കേട്ടുകൊണ്ട് ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരാം. 23-ാം തീയതി രാത്രി 9:04 ഇതിൽ പറയുന്ന നേതാക്കളായ 5 പേര് എൻ്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. അവർ വന്ന് ആവശ്യപ്പെട്ടത്, ഔസേപ്പെ, നീയാണ് UDFൻ്റെ ലീഡറായിട്ട് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത്, ഒപ്പം നിൽക്കണം, കൂടെ നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFൻ്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഭരിക്കും. ഞാൻ ചോദിച്ചു അതെന്തൊരു, എനിക്ക് മനസ്സിലാവണില്ല, അത് എന്ത് ഫോർമുലയാണ്, നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ TM ചന്ദ്രൻ എന്ന് പറയുന്ന DCC സെക്രട്ടറി പറഞ്ഞത്, അത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, നീ കൂടെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ശ്രീ ജയചന്ദ്രൻ, ഇത് വ്യക്തമല്ലേ? 10-10-4 ഈ 10-ൽ തന്നെ 8 UDF, 2 സ്വതന്ത്രരെന്നോ റിബലെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അതിലൊരാൾ ഈ ഔസേപ്പാണ്. ഔസേപ്പും മറ്റേയാളും 8-നൊപ്പം നിന്നാലേ UDF 10 ആകും. അപ്പോഴും LDF 10 ഉണ്ട്. ഈ 4 എന്ന് പറയുന്ന BJPയുടെ നമ്പർ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇവരെ സെറ്റിൽ ചെയ്ത് ഒപ്പം നിർത്താം എന്ന് DCCയിലെ പ്രധാനിയായിട്ടുള്ള ചന്ദ്രൻ പറഞ്ഞു എന്ന് ഔസേപ്പ് പറയുന്നു. അങ്ങനെ ശരിയാണ്, തൗഫീഖ് പറഞ്ഞ അത്രയും ശരിയാണ്. ഈ കണ്ട ഔസേപ്പിനെ പ്രസിഡൻ്റാക്കാം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. പക്ഷേ RSSും BJPയുമായുള്ള ഒത്തുകളിക്ക് സംവിധാനത്തിനോ ഇല്ല എന്ന് അയാൾ ഒരു തീരുമാനമെടുക്കുന്നു. ഈ വാർത്താ സമ്മേളനം നമ്മൾ കേട്ടതാണ്. ഈ കണക്കുകളിലെ ഈ കളി, ഈ 10-10-4 എന്നുള്ളതിൽ BJPയുടെ സപ്പോർട്ടിന് വേണ്ടി കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ, അതിന് പിന്നിൽ നടത്തിയിട്ടുള്ള ചരടുവലികൾ, ഇത് മറ്റത്തൂരിൻ്റെ ഒരു ഒറ്റപ്പെട്ട അതിനപ്പുറം അത് തൃശ്ശൂരിലേക്കാകെ വരുന്നു. മേറെ നോക്കിയാൽ പണപ്പെട്ടി പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ, തൊട്ടു പുറകെയുള്ള ദിവസങ്ങളിലും ആഴ്ചകളിലും ഈ വിധം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ UDFന് വോട്ട് ചെയ്ത, കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത വോട്ടർമാരെ തന്നെ വലിയ തരത്തിൽ അവഹേളിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും തുല്യമാണോ? അടുത്ത ഇതില് ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ചർച്ച ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില വിവരങ്ങൾ പറഞ്ഞിരുന്നു. താങ്കൾ ഈ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ഇത് തന്നെയാണ്, ഒറ്റപ്പെട്ട സംഭവം. അങ്ങനെയാണ് ആദ്യം തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ധാരണ എനിക്കും. പക്ഷെ പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായ ഒരു ഈ മറ്റത്തൂരും കടന്ന്, തൃശ്ശൂരും കടന്ന്, കേരളവും കടന്ന്, കേരളത്തിന് പുറത്തേക്കുള്ള ചില പദ്ധതികളുടെ ഭാഗമാണിതെന്നുള്ള പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് വലിയൊരു സ്പാർക്ക് പോലെ തെളിഞ്ഞു വരികയാണ്. അതെവിടെയാണ്? മറ്റെവിടെയുമല്ല. 2018 ത്രിപുരയിലാണ് അത് തെളിഞ്ഞ് കണ്ടത്. ഇപ്പോ തൗഫീഖ് രാജൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ പറയാം എന്ത്, കോൺഗ്രസും BJPയും CPയും തമ്മിലുള്ള ബാന്ധവത്തിന്റെ കാര്യം പറയാൻ അദ്ദേഹം ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതോടെ ചേർത്ത് പറയണം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. 36% കോൺഗ്രസിന്, 36% അന്ന് കോൺഗ്രസിന് അവിടെ ഉണ്ടായിരുന്ന വോട്ട് ഷെയർ ത്രിപുരയിൽ. അന്ന് ഇലക്ഷൻ കഴിഞ്ഞപ്പോ നമ്മളെല്ലാം ഒരുപാട് ചർച്ച ചെയ്തതാണ് സ്ഥലത്തെ. അന്ന് ഇലക്ഷൻ കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എത്രയായിട്ട് മാറി എന്നറിയാമല്ലോ? 1.5% താഴെ. അടിവരയിടണേ. 36% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ത്രിപുരയിൽ 2018 ഇലക്ഷൻ കഴിഞ്ഞപ്പോ വോട്ട് ഷെയർ 1.5% താഴെ. ഇവിടെ അതുമായി ബന്ധപ്പെട്ട വേറൊരു ഗ്രാൻഡ് ഡിസൈൻ ആണ് ഇവിടെ ഒരുങ്ങുന്നത് എന്ന് തന്നെ ബലമായി സംശയിക്കണം മറ്റത്തൂരിൽ. കാരണം മറ്റത്തൂരിൽ കോൺഗ്രസ് വാഷ് ഔട്ട് ആയി. ഇപ്പോ താങ്കൾ ആ കണക്ക് പറഞ്ഞല്ലോ, 10-8-2-4 ആ കണക്ക്. അപ്പൊ കോൺഗ്രസ് വാഷ് ഔട്ട് ആയാലും പ്രശ്നമില്ല. CPM വിരുദ്ധമായി ഒരു ജനവിരുദ്ധ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനാഭിലാഷത്തിൽ നിരക്കാത്ത ജനവിരുദ്ധമായ ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കി അധികാരത്തിൽ എത്തുക എന്നുള്ള നിലയിലേക്ക് അവിടെ എത്തി. അപ്പൊ ഒരു കാര്യമുണ്ട്, അവിടെ ഈ മണ്ഡലം പുതുക്കാടാണല്ലോ ഇത് നിൽക്കുന്നത്, ഈ മത്തത്തൂര്.
അവിടെ ഇപ്പോഴേ കണ്ണുവച്ചിട്ടുള്ള ഒരു നേതാവുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജോസഫ് ടാജറ്റ് എന്നുമാണ്. അതുകൂടെ ഉണ്ടോ കേട്ടോ, അതുകൂടെ പ്രത്യേകം പ്രസ്താവ്യമാണ് ഈ കൂട്ടത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് പുതുക്കാട് മണ്ഡലത്തിൽ പിന്നെ ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇത് കൂടുതൽ ഗുണം ചെയ്യുകയും വേണം. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ വാക്കൗട്ടായാലും സാരമില്ല എന്ന് പറഞ്ഞാണ് സ്വന്തം പാർട്ടിയെ പിന്നെ പരിപൂർണമായും തുടച്ചു നിൽക്കുന്ന തരത്തിലുള്ള ഒരു അവിശുദ്ധ സഖ്യത്തിന് രൂപം കൊടുത്ത് ഇപ്പൊ ഭരണസമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഈ ഭരണസമിതിക്ക് ജനങ്ങൾ എന്ത് വില നൽകും എന്താണ് തൗഫീഖ് രാജൻ താങ്കൾ വിചാരിക്കുന്നത്? ഇത് കേരളത്തിലാകമാനം വ്യാപിപ്പിക്കാൻ കഴിയും എന്ന് ഏത് നിലയ്ക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇത്രയും ജനാധിപത്യ വിരുദ്ധമായി ചിന്തിക്കുന്ന നിങ്ങളുടെ കൂടെ ഏത് ജനാധിപത്യ മതനിരപക്ഷ വിശ്വാസിക്കാണ് മുസ്ലിം ലീഗ് അല്ലാതെ കൂട്ടുകൂടാൻ കഴിയുക എന്നുള്ള ചോദ്യവും പ്രസക്തമായി ഉയർന്നു വരികയാണ്. ശരി.